ദേശത്ത് അനർത്ഥങ്ങൾ സംഭവിക്കുമ്പോൾ, ദേശത്ത് അപകടങ്ങൾ വരുമ്പോൾ, ഒരു പക്ഷേ നമ്മൾ കണ്ട കാര്യങ്ങളായിരിക്കാം, ഒരു പക്ഷേ നമ്മൾ കേട്ട കാര്യങ്ങളായിരിക്കാം, നമ്മൾ സംസാരിച്ച് ഡിക്ലെയർ ചെയ്ത കാര്യങ്ങളായിരിക്കാം. എന്നാൽ അത് ദേശത്ത് വരുമ്പോൾ അതിനകത്ത് കോൺഷ്യസ് ആയിരിക്കേണ്ട ചില ദൈവശബ്ദങ്ങളുണ്ട്. യോവൽ പ്രവചന പുസ്തകം വായിക്കുമ്പോഴും, അതുപോലെ തന്നെ സെഖര്യാവിൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യത്തിൽ ഒരു പാറിപ്പോകുന്ന ചുരുളിനെ പറ്റി പറയുന്നുണ്ട്. അധ്യായം നിങ്ങൾക്കറിയാം. ആ ചുരുൾ പാറിപ്പോകുന്നത് സെഖര്യാവ് കണ്ടു. അത് ദേശത്തിൻ്റെ മേൽ ഉള്ള ദൈവത്തിൻ്റെ ന്യായവിധിയാണ്. അത് വീഴുന്ന ഭവനം അത് പൊടിഞ്ഞ് മരം പോലെ പൊടിഞ്ഞ് തകർന്നു പോകും. ഇത് കണ്ട സെഖര്യാവ് വെറുതെ ഇരുന്നു എന്നല്ല, സെഖര്യാവ് ഈ അനർത്ഥം വരാതിരിക്കുവാൻ, സെഖര്യാവ് കണ്ട ഈ വെളിപ്പാട് തൻ്റെ ജനത്തിൻ്റെ മേൽ വീഴാതിരിക്കാൻ, ഈ ന്യായവിധി സംഭവിക്കാതിരിക്കുവാൻ സെഖര്യാവ് എടുക്കുന്ന ഒരു ഇനീഷ്യേഷൻസ്, ഒരു ഇടിവിൽ നിൽക്കുന്ന അനുഭവമുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് നിനവെ പട്ടണത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധി അയക്കുമ്പോൾ അതിനുവേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ദൈവം തൻ്റെ ദാസനായ യോനയെ അയക്കുകയാണ്. എവിടെയും ഒരു തകർച്ചയും ഒരു ന്യായവിധിക്ക് മുന്നമേ ദൈവത്തിൻ്റെ ശബ്ദം ആ ജനത്തിൻ്റെ മുമ്പിൽ എത്തിക്കുവാൻ പ്രവാചകന്മാരെ ദൈവം ഉപയോഗിക്കുന്നത് പോലെ തന്നെ കേട്ട ശബ്ദത്തെ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിലേക്ക് രൂപീകരണം ചെയ്യുവാൻ, ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിലേക്ക് ആ ന്യായവിധിയെ വലിയ മാനസാന്തരത്തിലേക്ക് മാറ്റുവാൻ ഓരോ പ്രവാചകനും ദൈവം അപ്പോയിൻമെൻറ്റും അധികാരം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവദാസന്മാരെ, ഞാൻ നിങ്ങളെ ക്രിസ്തുവേശുവിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. വരുന്ന തകർച്ചകൾ, കാണുന്ന തകർച്ചകൾ കണ്ട് അടങ്ങിയിരിക്കാനല്ല, ഒതുങ്ങിയിരിക്കാനല്ല. നിങ്ങൾ കേട്ട ദൈവശബ്ദം കറക്റ്റാണ്, ദൈവം നിങ്ങളോട് പറഞ്ഞതെല്ലാം ശക്തമാണ്. എന്നാൽ ഈ ന്യായവിധി ഈ ഗ്രഹത്തിൽ സംഭവിക്കാതിരിക്കുവാൻ ഒരു അഭിഷേകത്തോടെ കൂട്ടമായി നിന്നുകൊണ്ട് വലിയ ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി, ദേശത്തിൻ്റെ ഉണർവിന് വേണ്ടി, ദൈവപ്രവൃത്തിക്ക് വേണ്ടി നമ്മുടെ അഭിഷേകത്തെ വിനിയോഗിക്കാം. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആത്മാർത്ഥമായി ക്രിസ്തുവിൽ സ്നേഹിച്ചുകൊണ്ട് ഞാൻ ഈ മെസ്സേജ് നിർത്തുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.